നമസ്കാരത്തിന് ശേഷം ചിലർ പ്രാർത്ഥിച്ച് നെഞ്ചിലേക്ക് ഊതുന്നു, ഇത് ശരിയാണോ എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നമസ്കാര ശേഷം ആയത്തുൽ കുർസിയൊക്കെ പാരായണം ചെയ്തും മറ്റ് പല പ്രാർത്ഥനകൾ നിർവഹിച്ചും നബി അങ്ങനെ ചെയ്തതായിട്ടുണ്ട്. നെഞ്ചിലേക്ക് കൃത്യമായിട്ട് ഊതുക എന്നല്ല, കയ്യിലേക്ക് ഊതിയിട്ട് അത് ശരീരത്തിൽ തടവുക അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലേക്ക് ഊതുക എന്ന് പറയുന്നത് ഉണ്ട്. നബിയുടെ സുന്നത്തിൽ അതുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് റസൂലിൻ്റെ ഒരു ചര്യയാണ്, റസൂല് പഠിപ്പിച്ചതാണ് എന്ന ഉദ്ദേശത്തിൽ അത് നിർവഹിക്കുകയാണെങ്കിൽ അതിൻ്റെതായ പുണ്യവും ബർക്കത്തൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ചിലർ സുബ്ഹ് നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. അതുപോലെ ളുഹർ അസർ നമസ്കാരങ്ങൾക്ക് ശേഷവും മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തും, ഇത് ശരിയാണോ എന്നതാണ്. അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ പല രീതിയിലുള്ളതുണ്ട്. അപ്പൊ അതില് ഒരു ഇനമാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് കരുതിയിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ റവാത്തിബ് സുന്നത്തുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. റവാത്തിബ് സുന്നത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫർള് നമസ്കാരങ്ങളുടെ മുമ്പോ ശേഷമോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരങ്ങൾക്കാണ് എന്ത് പറയുക, റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുക. അപ്പൊ അത് മുഅക്കദായ സുന്നത്തായതുകൊണ്ട് മുഅക്കദല്ലാത്ത സുന്നത്തുള്ളതുകൊണ്ട്. മുഅക്കദായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി ഒരിക്കലും ഉപേക്ഷിക്കാതെ നിർവഹിച്ചു പോകുന്നതാണ് മുഅക്കദായ സുന്നത്ത് എന്ന് പറയുന്നത്. ആ സമയത്ത് മിക്കവാറും നിർവഹിക്കും, എന്നാൽ ചില സമയങ്ങളിലൊക്കെ നബി ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളതാണ് മുഅക്കദല്ലാത്തത് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ മുഅക്കദായ സുന്നത്തുള്ളത് മദ്ഹബുകൾക്കിടയിൽ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം മദ്ഹബുകളിലും 10 റക്അത്താണ് മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്, റവാത്തിബ് സുന്നത്തുകൾ. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്, ളുഹറിന് മുമ്പും ശേഷവും ഈ 2 റക്അത്ത് വീതം, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, പിന്നെ ളുഹറിന് മുമ്പ് 4 റക്അത്ത്. അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. മദ്ഹബുകളിൽ അതിൽ വ്യത്യാസമുണ്ട്. അതേ സമയത്ത് അതല്ലാത്ത സമയങ്ങളിലും റവാത്തിബ് സുന്നത്തുകളുണ്ട്. ഇപ്പൊ അസറിന് മുമ്പ് റവാത്തിബ് സുന്നത്തുണ്ട്, ളുഹറിന് മുമ്പ് 4ഉം ളുഹറിന് ശേഷം 4ഉം റവാത്തിബ് സുന്നത്തുണ്ട്. അപ്പോൾ ഒരാള് ളുഹറിന് മുമ്പും ശേഷവും 4 റക്അത്ത് നിസ്കരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഞെട്ടണ്ട. അത് റവാത്തിബ് സുന്നത്ത് തന്നെ ഉള്ളതാണ്. ളുഹറിന് മുമ്പ് 4 റക്അത്ത് മുഅക്കദായത് തന്നെ ഉണ്ട് ചില മദ്ഹബുകൾ അനുസരിച്ച്. ളുഹറിന് ശേഷവും 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് ആയിട്ട് നിസ്കരിക്കാവുന്നതാണ്. അപ്പൊ അത് പലപ്പോഴും നമ്മളത് കാണുന്നത് ആളുകൾ റമദാനിൽ അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നത് നമ്മൾ കാണില്ലാത്ത സമയത്ത് നമുക്ക് ശീലമില്ലാത്തത് കൊണ്ട് കൂടിയായിരിക്കും ഈ സംശയം വരുന്നത്. സുബഹിക്ക് മുമ്പ് 2 റക്അത്തേ ഉള്ളൂ റവാത്തിബ് സുന്നത്തായിട്ടുള്ളത്. അപ്പൊ അതേ സമയത്ത് റമദാനിലൊക്കെ ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാകും, പള്ളിയിലേക്ക് കടന്നു വന്ന് ചിലപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാം, തഹിയ്യത്ത് വേറെ നിസ്കരിക്കാം. ആദ്യ ആൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം നിസ്കരിക്കുന്നുണ്ടാവും. അതിനുശേഷം എണീറ്റിട്ടായിരിക്കും അയാൾ റവാത്തിബ് സുന്നത്ത് വേറെ നിസ്കരിക്കുന്നത്. അതേ സമയത്ത് ഒരാൾക്ക് എന്ത് ചെയ്യാം, തഹിയ്യത്തിന്റെ നിയ്യത്തിൽ റവാത്തിബ് സുന്നത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് മതിയാകുന്നതാണ്. സമയത്ത് 4 നിസ്കരിച്ചാൽ 2ഉം 2ആയി നിസ്കരിച്ചാൽ കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരാൾക്ക് ഈ പള്ളിയിൽ പ്രവേശിക്കുന്ന തഹിയ്യത്ത് നമസ്കാരം വുളു എടുത്തതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നത് സുന്നത്തുണ്ട്, അത് നിസ്കരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. അതിന്റെ അർത്ഥം സുബഹിക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്തിന്റെ എണ്ണം അയാൾ വർദ്ധിപ്പിച്ചു എന്നല്ല. അതേസമയത്ത് ആരെങ്കിലും അബദ്ധവശാൽ, സാധാരണ എനിക്ക് റമദാൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ട്, അപ്പൊ സുബഹിക്ക് മുമ്പ് റവാത്തിബ് സുന്നത്ത് 2 ആക്കണ്ട, കടക്കട്ടെ ഒരു 4, ഇങ്ങനെ ആരെങ്കിലും നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? സമയത്ത് ഒരാൾ 4 നിസ്കരിക്കാൻ വകുപ്പുണ്ട്. അതെങ്ങനെ? തഹിയ്യത്ത് 2 റക്അത്ത് നിസ്കരിക്കാം, റവാത്തിബ് സുന്നത്തായിട്ട് 2 റക്അത്തും നിസ്കരിക്കാവുന്നതാണ്. ളുഹറിന് മുമ്പ് അങ്ങനെ നിസ്കരിക്കാം. പിന്നെ മഗ്രിബിന് മുമ്പ് ഉള്ള നിസ്കാരം അത് സൂര്യാസ്തമയത്തിന് ശേഷം നമസ്കാരം സുന്നത്താക്കപ്പെട്ടതുണ്ട് എന്ന് നൽകാം. അത് റവാത്തിബ് സുന്നത്തായിട്ടല്ല. സൂര്യാസ്തമയത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് അത്ര പ്രബലമല്ലെങ്കിലും അത് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതാണ് ആളുകൾ നിസ്കരിക്കുന്നത്. ചില ആളുകൾ അത് തഹിയ്യത്തായിട്ടായിരിക്കും മഗ്രിബിന് പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നുണ്ടാവുക. പിന്നെ ഇനി അതും അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
എല്ലാ ഓരോ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമസ്കാരം സുന്നത്താണ് എന്നൊരു പൊതു പ്രസ്താവന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഏത് ബാങ്ക് കഴിഞ്ഞാലും അതിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയം 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പൊതുവിൽ അങ്ങനെ ഇന്നില്ല, വല്ലാത്ത സ്ട്രിക്ട്നെസ് ഇല്ല, ഇത്ര റക്അത്ത് ഇന്ന സമയത്തേ പറ്റുള്ളൂ എന്നില്ല, കുറച്ച് ഉദാരമാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ നിസ്കരിക്കുന്ന നമസ്കാരങ്ങളായിരിക്കും നമ്മളങ്ങനെ കാണുന്നത്.